കുറുപ്പമ്പടി കത്തോലിക്ക പള്ളിയിൽ ഇടവക ദിനാഘോഷം സംഘടിപ്പിച്ചു. പെരുമ്പാവൂരിന്റെ നിയുക്ത MLA മനോജ് മൂത്തേടന് ചടങ്ങിൽ സ്വീകരണം നൽകി. കുടുംബ യൂണിറ്റുകളുടെ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. കുറുപ്പമ്പടി സെന്റ് പീറ്റർ ആൻഡ് പോൾസ് ഫൊറോന ദേവാലയത്തിൽ ഇടവക ദിനം ആഘോഷമായി. വിശുദ്ധ കുർബാനയെ തുടർന്ന് പള്ളി പാരിഷ് ഹാളിൽ നടന്ന പൊതുസമ്മേളനം മൂവാറ്റുപുഴ കാർമൽ പ്രോവിൻസ് പ്രൊവിൻഷ്യൽ ഫാദർ ജോബി ജോസ് കൊച്ചുമുട്ടം CMI ഉദ്ഘാടനം ചെയ്തു. സഭയുടെ ഉദാത്തമായ ഒരു ഉദാഹരണമാണ് നമ്മുടെ എല്ലാം കുടുംബങ്ങളെല്ലാം ഒരുമിച്ച് കൂടുന്ന ഒരു സഭയാണ് നമ്മുടെ ഇടവകയാകുന്ന സഭ. അപ്പോൾ എന്താണ് ഈ സഭയെ എങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത്? ഞാൻ തിരുസഭാ ചരിത്രമാണ് ഇതുവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒന്നാം വത്തിക്കാൻ സുനഹദോസിൻ്റെ ഈ സുനഹദോസ് സഭയെ വിവരിക്കുന്നത് ഇപ്രകാരമാണ്: സഭ ഒരു ത്രികോണ രൂപത്തിലാണ്, ഒരു പിരമിഡിൻ്റെ രൂപത്തിലാണ്. അതായത് ആദ്യം മാർപ്പാപ്പ, പിന്നെ ബിഷപ്പ്മാർ, പിന്നെ വൈദികര്, സമർപ്പിതർ, ഏറ്റവും അടിയിൽ അൽമായര്. മാർപ്പാപ്പയാണ് എല്ലാം കൽപ്പിക്കുന്നത്, അപ്രമാദിത്വം, പേപ്പൽ പ്രൈമസി. ഏറ്റവും അടിയിലാണ് അൽമായർക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അതായിരുന്നു ഒന്നാം വത്തിക്കാൻ സുനഹദോസിൻ്റെ സമയത്തുണ്ടായ സഭ എന്ന് പറയുന്നത്. അതത്ര ശരിയല്ല എന്ന് തോന്നിയതുകൊണ്ടാവാം രണ്ടാം വത്തിക്കാൻ സുനഹദോസിൽ ഈ സഭ എന്നത് ഒരു വൃത്തമായിട്ട്, ഒരു സർക്കിളായിട്ട് മനസ്സിലാക്കിയത്. അതായത് മാർപ്പാപ്പയും ബിഷപ്പ്മാരും സമർപ്പിതും വൈദികരും അൽമായരും എല്ലാം ആ വട്ടത്തിൻ്റെ ഉള്ളിലാണ്. ആദ്യത്തെ അധികാരം എന്നത് മുകളിൽ നിന്ന് താഴോട്ട് ഒഴുകുന്ന രീതിയിലായിരുന്നു. എന്നാൽ രണ്ടാം വത്തിക്കാൻ സുനഹദോസിന്റെ അണ്ടർസ്റ്റാൻഡിംഗ് അനുസരിച്ച് അത് വൃത്തത്തിലാണ്, എല്ലാവരും തുല്യരാണ്. അൽമായരെ ദൈവജനം, പീപ്പിൾ ഓഫ് ഗോഡ് എന്നാണ് വിശേഷിപ്പിച്ചത്. ആദ്യമായിട്ടാണ് ദൈവജനം എന്നൊരു വാക്ക് ഈ സഭയെ പറ്റി പറഞ്ഞത്, അൽമായരെ പറ്റി. ദൈവജനം അല്ലെങ്കിൽ പീപ്പിൾ ഓഫ് ഗോഡ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഓരോരുത്തരും ഓരോ തുരത്തിൽ ജീവിക്കാൻ തുടങ്ങി. കാര്യം എല്ലാവരും വട്ടത്തിലാണെങ്കിലും ശരിക്കും അങ്ങ് പോകുന്നില്ല. അതുകൊണ്ടാവാം മുമ്പത്തെ മാർപ്പാപ്പയായ ഫ്രാൻസിസ് പാപ്പ എന്താണ് സഭ, ഒരു പുതിയ മോഡൽ കൊണ്ടുവന്നു, സിനഡൽ ചർച്ച്. അതായത് സഹയാത്ര ചെയ്യുന്ന ഒരു സഭ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ്, വട്ടത്തിലല്ല, മറിച്ച് ജേർണിങ് ടുഗെദർ, വാക്കിംഗ് ടുഗെദർ. എല്ലാവരും ഒരുമിച്ച് ഒരു തീർത്ഥയാത്രയായിട്ട് സ്വർഗീയ ജെറുസലേമിലേക്ക് പോവുകയാണ്. ഇടവക വികാരി ഫാദർ ജെയിംസ് കക്കുഴിയിൽ അധ്യക്ഷത വഹിച്ചു. അവർ വന്നു, പരസ്പരം കാലയിലെ കയ്യിലെല്ലാം കെട്ടിപ്പിടിച്ച് സ്നേഹം പ്രകടിപ്പിച്ചു. അങ്ങനെ 25 കൊല്ലമൊക്കെ മിണ്ടാതിരുന്ന ചേട്ടാനിമാരുടെ കഥയിൽ സംഭവത്തിൽ അറിയാവുന്നതാണ്. അങ്ങനെ വളരെ പെട്ടെന്ന് അയൽവക്കത്തിൽ മുറിയുന്നു. എല്ലാ ബന്ധങ്ങൾക്കും യാതൊരു മൂല്യമില്ലാത്ത കാലഘട്ടമാണ്. ഏത് ബന്ധത്തെയും മുറിക്കാൻ ഇന്ന് മനുഷ്യൻ ഒരു വിഷമതയും പ്രകടിപ്പിക്കുന്നില്ല. ഇവിടെയാണ് നമുക്കറിയാവുന്ന നമ്മുടെ ഇടവക ഒരു കൂട്ടായ്മയായി നിൽക്കുന്നു. ഞാൻ രാവിലെ പള്ളി സൂചിപ്പിച്ചാല്, കാരണം ഈശോ പുത്രന് അധികാരം നൽകിയ കാര്യം ഇന്നത്തെ സുവിശേഷം. അങ്ങനെ അധികാരത്തിന് കീഴിൽ, അധികാരത്തിന് കീഴിൽ നമ്മളൊക്കെ അണിചേർന്ന് ഏകോദര സഹോദരങ്ങളെ പോലെ ഒരു കൂട്ടായ്മയായി കഴിയുന്നു എന്നുള്ളത് വളരെ അത്ഭുതകരമായ കാര്യമാണ്. ഈ കൂട്ടായ്മ മാറുന്നു ഈശോയുടെ വലിയ വേദനയാണ്. ദൈവത്തിന്റെ ഏറ്റവും വലിയ വേദന കൂട്ടായ്മ നൽകുന്നു എന്നുള്ളതാണ്. അത് പഴയ നിയമത്തിൽ നമുക്കറിയാം. യശയാപ്രവചനം 1:2 വായിക്കുന്നുണ്ട്. എന്റെ മക്കൾ കഴുത യജമാനെ അറിയുന്നു, കാള യജമാനെ തൊഴുത്തറിയുന്നു, എന്റെ ജനം എന്നെ അറിയുന്നില്ല. കാളെ അറിയുന്നു, കഴുത അറിയുന്നു, തൊഴുത്തും മനുഷ്യരൊക്കെ എന്റെ ജനം എന്നെ അറിയുന്നില്ല എന്ന് വെച്ചാൽ ആ കൂട്ടായ്മ തകർക്കുന്നതിന്റെ വേദനയാണ്. ഇഷ്ടംപോലെ പഴയ നിയമത്തിൽ കാണാം ദൈവത്തിന്റെ വേദന. ഈ വേദനയ്ക്ക് ഉത്തരം കൊടുക്കാനാണ് കർത്താവ് വന്നത്. ഞാൻ പറഞ്ഞത് കർത്താവിന്റെ കൂട്ടായ്മ സ്ഥാപിക്കുക ചെയ്തത്, സഭ സ്ഥാപിക്കുക ചെയ്തത്. ആ സഭയിൽ കൂട്ടായ്മ തകർക്കുക എന്ന് വെച്ചാൽ അത് ഗൗരവമുള്ള കാര്യമായിട്ട് എടുക്കണം. പെരുമ്പാവൂരിന്റെ നിയുക്ത MLA മനോജ് മൂത്തേടന് ചടങ്ങിൽ സ്വീകരണം നൽകി.
ഞാൻ പുതുതായി ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട് ആദ്യമായി ഒരു പള്ളിയിൽ നിന്ന് അനുമോദനം ഏറ്റുവാങ്ങുന്നത് നമ്മുടെ മുടിക്കായി പള്ളിയിലാണ്. അതെനിക്ക് ഏറെ അഭിമാനമാണ്. ഞാൻ എൻ്റെ പള്ളിയിൽ ഇത് കഴിഞ്ഞിട്ട് ഇടവക ദിനാഘോഷമുണ്ട്, പക്ഷേ അതിന് മുമ്പ് ഇവിടെ എത്തി എനിക്ക് ഇവിടുത്തെ അനുമോദനം ഏറ്റുവാങ്ങാൻ കഴിയും. ഞങ്ങളുടെ ആയത്തുപടി പള്ളിയിൽ ഇപ്പോൾ തന്നെയാണ് ഇടവക ദിനാഘോഷം. ഇന്നത് കഴിഞ്ഞ് കുറിച്ചലക്കോട് പള്ളിയിലുണ്ട്, ഇനി വേങ്ങൂർ പള്ളിയിലും ഇന്ന് തന്നെയാണ് അവിടുത്തെ കുടുംബ യൂണിറ്റ് വാർഷികം. അപ്പോൾ ഇന്നിങ്ങനെ എല്ലായിടത്തും മിക്കവാറും പള്ളികളിലൊക്കെ ഇങ്ങനെ ഇടവക ദിനാഘോഷം നടക്കുകയാണ്. ബഹുമാനായിട്ടുള്ള ഉദ്ഘാടകൻ പ്രിയപ്പെട്ട ജോബിയച്ചൻ പറഞ്ഞതുപോലെ ഇടവക എന്ന് പറയുന്നത് ഒരു സമൂഹമാണ്. ഒരുപാട് കുടുംബങ്ങളുടെ കൂട്ടായ്മയാണ് നമ്മുടെ ഇടവക എന്ന് പറയുന്നത്. നമ്മുടെ ഈ പരിസരത്തുള്ള ഏത് പള്ളികളുമായി താരതമ്യപ്പെടുത്തിയാൽ മുടിക്കരായി പള്ളി ഇന്ന് ഏറെ വളർന്ന വലുതായി ഒരുപാട് വിശ്വാസികൾക്ക് ആശ്വാസമാകാൻ കഴിയുന്ന ഒരു വലിയ കേന്ദ്രമായി നമ്മുടെ ഈ പള്ളി മാറുകയാണ്. ഇവിടെ ഈ ഇടവകയിലുള്ള ആളുകൾ മാത്രമല്ല കുർബാനയ്ക്ക് വരുന്നത്. എനിക്കറിയാം, അയ്മൂറിൽ നിന്നും വല്ലത്തിൽ നിന്നും ഞങ്ങളുടെ ഇടവകയിൽ നിന്നും കോടാട് നിന്നൊക്കെ ഒരുപാട് പേർ ഈ പള്ളിയിലേക്ക് വരുന്നുണ്ട്. എറണാകുളം അങ്കമാലി അതിൽ നിന്നുള്ള ഒരുപാട് പേർ ഈ പള്ളിയിൽ പലപ്പോഴും കുർബാനകൾക്ക് എത്തുന്നവരോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ തരത്തിലൊരു ഫൊറോന പള്ളിയായി മാറിയതിനു ശേഷം വലിയ മുന്നേറ്റമാണ് ഈ പ്രദേശത്ത് നമ്മുടെ ഈ പള്ളിയുമായി ചേർന്ന് നമ്മുടെ ആരാധനാക്രമങ്ങളിലും അതുപോലെ തന്നെ വിശ്വാസ പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. കോതമംഗലം രൂപത ജാഗ്രത സമിതി അംഗം അഡ്വക്കേറ്റ് സിസ്റ്റർ ജോസിയ SD മുഖ്യപ്രഭാഷണം നടത്തി. നമ്മൾ കോതമംഗലം രൂപതാ ദിനം ആഘോഷിച്ചു, ഇടവക ദിനം ആഘോഷിച്ചു. അതിനുശേഷം നമ്മളുടെ കൊച്ചു ഇടവകകളിലെല്ലാം ഇടവക ദിനത്തിന്റെ ഒരു ആഘോഷത്തിന്റെ അവസരത്തിലാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇവിടെ സമുദായ ശാക്തീകരണത്തിന് ഒത്തിരിയേറെ പ്രാധാന്യം കൊടുക്കുകയും നമ്മളുടെ രൂപത അസംബ്ലി നടന്നപ്പോൾ, അതുപോലെ എപ്പാർക്കിയൽ അസംബ്ലി നടന്നപ്പോഴും ഏറ്റവും വലിയ എപ്പിസ്കോപ്പൽ അസംബ്ലി നടന്നപ്പോഴും ഒക്കെ ഇതിൻ്റെ എല്ലാം പ്രധാനപ്പെട്ട ഒരു മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് നമ്മളുടെ സമുദായ ശാക്തീകരണമായിരുന്നു. ഇവിടെ നമ്മളുടെ ഇടവകയുടെ ദിനം ആഘോഷിക്കുമ്പോൾ ഞാൻ പറയും, നമ്മളുടെ സാന്നിധ്യമാണ് ഇതിനകത്ത് ഏറ്റവും വലിയ സമുദായ ശാക്തീകരണം നടത്തുന്നതിനുള്ള, അതിൻ്റെ സമുദായത്തെ, നമ്മുടെ സമുദായം ശക്തമാണെന്നും നമ്മുടെ സമുദായത്തിന് ആൾബലമുണ്ടെന്നും നമ്മുടെ സമുദായം ഇടയൻ വിളിച്ചാൽ വിളിക്കുന്നിടത്ത് സമുദായം സമൂഹാംഗങ്ങൾ അജഗണങ്ങൾ ഉണ്ട് എന്നും ഉറക്കെ പ്രഘോഷിക്കുന്ന ഒരവസരമാണ് ഇതുപോലുള്ള നമ്മളുടെ കൂട്ടായ്മകൾ. ബഹുമാനപ്പെട്ട അച്ഛൻ ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ഏറ്റവും മുകളിൽ മാർപ്പാപ്പ, അതിന് താഴെ കാർഡിനൽസ്, ബിഷപ്സ്, പ്രീസ്റ്റ്, റിലീജിയസ്, ഇങ്ങനെ അങ്ങ് പോയിട്ട് ഏറ്റവും അവസാനമാണ് അൽമായരുടെ സ്ഥാനം എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ഒരു ഭവനത്തിന്റെ അടിത്തറ എത്ര ബലമുള്ളതാണോ അതനുസരിച്ചിരിക്കും മുകളിലേക്ക് കെട്ടിപ്പൊക്കുന്നതിന്റെ സാധ്യത. മുകളിലേക്ക് 10 നില പണിയേണ്ട കെട്ടിടമാണെങ്കിൽ താഴേക്കും അതിനനുസരിച്ചുള്ള ബലത്തിൽ പില്ലേഴ്സ് വാർത്ത് നമുക്ക് താഴേക്ക് അത് കാണണമെന്നില്ല. പക്ഷേ അടിയിലേക്ക് ഇതിന്റെ അടിത്തറ, മുകളിലേക്ക് ഇത് എത്ര ശക്തമാകുമോ, എത്ര വലുതാകുമോ, അതിന്റെ ഇരട്ടി ബലം താഴെ ഇല്ല എങ്കിൽ മുകളിലുള്ളത് ദുർബലമായി പോകും. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ മാർപ്പാപ്പമാരും നമ്മളുടെ മെത്രാന്മാരും കാർഡിനൽസ് ഇവരുടെയൊക്കെ അഭിഷിക്തരാകുന്ന സമയത്ത്, ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെ ഓർഡിനേഷനൊക്കെ കൂടുന്ന സമയത്ത് നമുക്കറിയാം, നമ്മളെ നയിക്കുകയും നമ്മളെ വിശ്വാസത്തിൽ വളർത്തുകയും ജനിപ്പിക്കുകയും നയിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ വ്യക്തികളെല്ലാം അവരുടെ പേഴ്സണൽ ഷെയറിങ്ങിലെല്ലാം വരുന്ന ഒരു വാചകം ഉണ്ടാകും. ചെറുപ്പത്തിൽ ബാക്കിയൊന്ന് പറയാമോ? ചെറുപ്പത്തിൽ എൻ്റെ അമ്മ, എൻ്റെ അപ്പൻ, അല്ലെങ്കിൽ ഒരു വല്യപ്പനോ ഒരു വല്യമ്മയോ അവർക്ക് പകർന്നു കൊടുത്ത വിശ്വാസത്തിൽ നിന്ന് തുടങ്ങിയതാണ് ഈ മാർപ്പാപ്പ പദം വരെ എത്തി നിൽക്കുന്ന എൻ്റെ ജീവിതം, അല്ലെങ്കിൽ ഈ കർദിനാൾ പദവി വരെ എത്തി നിൽക്കുന്ന എൻ്റെ ജീവിതം, ഈ മെത്രാൻ പദവി വരെ, ഈ ഒരു പൗരോഹിത്യത്തിലേക്ക് സന്യസ്തരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഞങ്ങൾക്ക് പറയാൻ പറ്റും, എൻ്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് ആദ്യം എന്ത് കിട്ടിയോ അതിന്മേലാണ് ഞാൻ പണിതുയർത്തിയത് എന്ന്. അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസ്മോൻ തകടിയിൽ CMI, ഫാദർ മാത്യു മുണ്ടയ്ക്കൽ, കൈക്കാരന്മാരായ ജോസ് നെടുമ്പുറം, MR പോൾ മാങ്കുഴ, പാരിഷ് കൗൺസിൽ സെക്രട്ടറി ഷൈജു ഇഞ്ചക്കൽ, വിവിധ സംഘടനാ ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. ഇടവകയുടെ പൾസാണ്. അപ്പോൾ ആ ഇടവകയുടെ പൾസ് അറിയുമ്പോൾ എൻ്റെ ഉള്ളിലുണ്ടാകുന്ന ഒരു ആനന്ദം എന്ന് പറയുന്നത് അത് എനിക്ക് തന്നെ എന്നോട് തന്നെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. എനിക്ക് അതായത് പറഞ്ഞു വരുന്നത്, ഞാൻ പറയുന്ന എക്സ്പ്രഷന്, ഞാൻ പറയുന്ന വേർഡ്സിനും ലിമിറ്റേഷൻസ് ഉണ്ട് എന്നാണ്.
ഇന്നത്തെ ദിവസം നമ്മൾ നമ്മുടെ ഇടവകയുടെ ദിനമായിട്ട് ആഘോഷിക്കുമ്പോൾ എൻ്റെ മനസ്സിലോട്ട് പെട്ടെന്ന് വരുന്ന ഒരു വാചകം ഇതാണ്. അത് എല്ലാവരെയും പറ്റിയുള്ളതാണ്. യു ഹാവ് സാക്രിഫൈസ്ഡ് സംതിങ് ഫോർ എ കോമൺ കോസ്. അതാണ് എൻ്റെ മനസ്സിലോട്ട് ആദ്യമേ വന്ന ചിന്ത. അതായത് നമ്മളിന്ന് ഇടവക ദിനം ആഘോഷിക്കുന്നത് എന്നത് നമ്മുടെ ഒരു പൊതുപരിപാടിയാണ്. അപ്പോൾ ഈ പൊതുപരിപാടിയിലേക്ക് എല്ലാവരും വരിക എന്നുള്ളത് അത് എല്ലാവരും അവരുടെ ഒരു ഉത്തരവാദിത്തമായി കണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കാൻ ഇടവകയിലെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികളെയും ഇടവകയിലെ വലിയ കുടുംബങ്ങളെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. കുടുംബ യൂണിറ്റുകളുടെ കലാപരിപാടികളും സ്നേഹവിരുന്നും ഇടവക ദിനാഘോഷത്തിന്റെ ഭാഗമായി നടന്നു. തെരഞ്ഞെടുത്ത വിവിധ കമ്മിറ്റി അംഗങ്ങളും പാരിഷ് കൗൺസിൽ അംഗങ്ങളും പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ.